ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഖത്തറിൽ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഡേ ടു ഡേ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തത് ഈ കഴിഞ്ഞ മെയ് 29-നായിരുന്നു. അപ്പോൾ അന്ന് തന്നെയാണ് നമ്മൾ പോയത്. അന്ന് രാത്രി ഒരു 11 മണി 12 മണി സമയത്താണ് കേട്ടോ നമ്മളിപ്പോൾ പോയേക്കണത്. അപ്പോൾ ഇതുപോലെ തന്നെ വേറൊരു ഷോപ്പും ഖത്തറിലുണ്ട്. അത് 1 to 20 ഡിസ്കൗണ്ട് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ്. അപ്പോൾ നമുക്ക് മിക്കവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും, അതാണോ ഇതാണോ ഏതാണ് ഷോപ്പ് എന്നുള്ളത്. എന്തായാലും ഈ ഒരു ഷോപ്പ് വരുന്നത് നമ്മുടെ ഓൾഡ് എയർപോർട്ട് റോഡിലുള്ള അമ്മാൻ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ അടുത്താണ് കേട്ടോ. മറ്റേ ഷോപ്പ് വരുന്നത് മത്തർ ഖദീമിലുള്ള മെക്ഡിയുടെയും KFCയുടെ ഒക്കെ അടുത്താണ് കേട്ടോ. ഇപ്പോൾ ഖത്തറിലുള്ളവരാണെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്, കാരണം നമുക്കും ഇത് തെറ്റിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അഫോർഡബിൾ റേറ്റിൽ എന്നാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഐറ്റംസ് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോയത്. അവിടെയാണ് ക്ലോത്തിങ്ങും അതുപോലെ തന്നെ ഫുഡ് വെയർ, ബാഗ്സ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. കൂടാതെ നമുക്ക് ഇപ്പോൾ കിഡ്സിനുള്ള ടോയ്സിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ അവിടെ ഉണ്ട്. അതുകൂടാതെ ഇപ്പോൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർക്കുണ്ടല്ലോ, അവർക്കൊക്കെ പറ്റിയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഈ ഫസ്റ്റ് ഫ്ലോറിൽ. പിന്നെ ഡ്രസ്സിൻ്റെ കളക്ഷൻ ആണെങ്കിൽ പറയാതിരിക്കാൻ പറ്റില്ല, എസ്പെഷ്യലി ജെൻസിൻ്റെ നല്ല കളക്ഷൻസാണ് കേട്ടോ. ജെൻസിൻ്റെ ടീഷർട്ടിൻ്റെ ഒക്കെ നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ടീഷർട്ട്സൊക്കെ ഒരു 30 റിയാൽ 35 റിയാലിനൊക്കെ കിട്ടും. പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് ലേഡീസിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ ആയാലും കോട്ട് സെറ്റ് അല്ലെങ്കിൽ സ്കേർട്ട്, ടോപ്പ്, ഉടുപ്പുകൾ അങ്ങനെ എല്ലാത്തിൻ്റെയും നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് റേറ്റും ഇല്ല കേട്ടോ. ഈ സ്കേർട്ടുകളൊക്കെ ഒരു 20-25 റിയാലിനൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. ഇത് ശരിക്കും നമ്മൾ ഷീലും ടെമൂലൊക്കെ കാണുന്ന സ്കേർട്ടുകളാണ് കേട്ടോ. ഒരു ചൈനീസ് ടച്ച് വരുന്ന അങ്ങനത്തെ സ്കേർട്ടുകളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു കുറേ ഫ്രീ സൈസാട്ടോ. ഇത്തിരി തടിയുള്ളവർക്കൊന്നും ചിലത് പറ്റില്ല. അതായത് ഇപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, ഉടുപ്പുകൾ ഇപ്പോൾ സ്മോക്ക് പാറ്റേൺ വരുന്ന ഉടുപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു മീഡിയം ലാർജ് സൈസ് വരെയൊക്കെയാണ് മാക്സിമം വരുള്ളൂ. അല്ലാതെ കുറച്ചും കൂടി തടിയുള്ളവർക്കൊന്നും ഇത് പറ്റില്ല കേട്ടോ. കൂടുതലും ഫ്രീ സൈസാണ് ഈ ഉടുപ്പുകളൊക്കെ വരുന്നത്. പിന്നെ ജീൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡെനിമിൻ്റെ സ്കേർട്ട് ആയിക്കോട്ടെ, അതൊക്കെ നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഫ്ലോറിൽ ലേഡീസിൻ്റെ ഒക്കെ അണ്ടർ ഗാർമെൻറ്റ്സും വരുന്നുണ്ട്. കൂടാതെ അപായകളും ഇങ്ങനത്തെ ഉടുപ്പുകളുണ്ടല്ലോ, ലോങ് മാക്സി ഡ്രസ്സുകൾ അങ്ങനത്തെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുറച്ച് ലൂസായിട്ടൊക്കെ ഇടാൻ പറ്റുന്ന അപായ ടൈപ്പിൽ വരുന്ന അങ്ങനത്തെ കുറച്ച് ഐറ്റംസും വരുന്നുണ്ട്. പിന്നെ നൈറ്റ് ഡ്രസ്സിൻ്റെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അണ്ടർ ഗാർമെൻറ്റ്സിൻ്റെ നല്ല കളക്ഷനാണ്. നല്ല ക്വാളിറ്റിയുമാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയുള്ളത് 10 റിയാലിനൊക്കെ നല്ല ഭംഗിയുള്ള തൊപ്പികളുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ ലേഡീസിന് വെക്കാൻ പറ്റിയതായാലും ജെൻസിൻ്റെ ആയാലും നല്ല ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സ്കേർട്ടുകളുണ്ടല്ലോ, പ്ലീറ്റഡ് സ്കേർട്ടാണ് എന്നാൽ നെറ്റുമാണ്, അതും നല്ല കളക്ഷൻ ഉണ്ടായിരുന്നേ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാനത് ഓൾറെഡി അൻസാർ ഗാലറിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഹോൾ വീഡിയോ എന്തായാലും വരും കേട്ടോ. ഇതിന് ശേഷമായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുക. പിന്നെ ഇതൊക്കെ ഇവിടുത്തെ ഫുഡ് വെയറിൻ്റെ കളക്ഷനാണ്. എൻ്റെ പൊന്നെ എന്തോരായിരുന്നു എന്നാ, നല്ല അടിപൊളി കളക്ഷൻസ് ആയിരുന്നു. അതും ഭയങ്കര ഹ്യൂജ് കളക്ഷനാട്ടോ. പിന്നെ നമ്മൾ നേരെ അവിടുന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്നു. ഈ കാണുന്നതൊക്കെ സ്കിൻ കെയർ, ഹെയർ കെയർ അതിൻ്റെയൊക്കെ സെക്ഷനാട്ടോ. ഇപ്പോൾ ബോഡി ലോഷൻ, മോയ്സ്ചറൈസർ, ഫേസ് വാഷ് അങ്ങനത്തെ സംഭവങ്ങളുടെയൊക്കെ ഒരു സെക്ഷനാണ് ഈ കാണുന്നത്. നമുക്ക് നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ ഫേസ് വാഷുകളൊക്കെ ഇവിടെയും ഉണ്ട് കേട്ടോ. പക്ഷേ റേറ്റ് അത്യാവശ്യം ഉണ്ട്. നാട്ടിലത്തെ റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം വലിയ റേറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ മേക്കപ്പ് ഐറ്റംസും ഒരുപാടുണ്ടായിരുന്നു. നല്ല ഐ ഷാഡോ പാലറ്റ്, അതുപോലെ തന്നെ ഒരു 6 നെയിൽ പോളിഷിൻ്റെയൊക്കെ സെറ്റ്, ലിപ്സ്റ്റിക്കിൻ്റെ സെറ്റ്, പിന്നെ സിംഗിളായിട്ടുള്ള ലിപ്സ്റ്റിക്ക്, മസ്കാര, ഐ ഷാഡോ, ഐലൈനർ അങ്ങനെ എല്ലാത്തിൻ്റെയും നല്ല വലിയ കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും അങ്ങനെ ബ്രാൻഡഡ് അല്ല കേട്ടോ. വളരെ റേറ്റ് കുറവിന് കിട്ടുന്ന ബ്രാൻഡഡ് അല്ലാത്ത സംഭവങ്ങളാണ് അതൊക്കെ. പിന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവശ്യമുള്ള കോമ്പ്, മിറർ, മേക്കപ്പ് ബ്രഷ്, പിന്നെ മേക്കപ്പ് സ്പഞ്ച്, പിന്നെന്താ നമ്മുടെ ഹെയർ റിമൂവ് ചെയ്യുന്ന സംഭവങ്ങൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ കൂടാതെ ഹെയർ ആക്സസറീസിൻ്റെ ഒക്കെ വലിയ കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഹെയർ ആക്സസറീസ് ഉണ്ട്. പിന്നെ നമ്മുടെ വള, മാല, കമ്മൽ അങ്ങനത്തെ സംഭവങ്ങളും കുറേ ഉണ്ട് കേട്ടോ. വള, മാല, കമ്മലൊക്കെ ഒരു 8 റിയാൽ ആ ഒരു റേഞ്ചിലൊക്കെയാണ് പോകുന്നത്. നമ്മുടെ നാടൻ ഡ്രസ്സുകൾക്കൊക്കെ പറ്റിയിട്ടുള്ള കുറേ മാലയുടെയും കമ്മലിൻ്റെയും സെറ്റുകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെയുള്ളത് കിച്ചൺ ഐറ്റംസാണ്. ഇപ്പോൾ നമ്മുടെ പ്ലേറ്റ്സും അല്ലെങ്കിൽ ഇപ്പോൾ സോസ് പാനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ മിറേഴ്സിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. കിച്ചൺ ടവലും പിന്നെ കിച്ചണിലേക്ക് ആവശ്യമായ ഇപ്പോൾ
തൂക്കാനും തുടയ്ക്കാനൊക്കെ ആവശ്യമായ സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹോം ഡെക്കോറുകൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ നല്ല ഗ്ലാസിൻ്റെ വരുന്ന കുറേ ഹോം ഡെക്കോഴ്സ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഗ്ലാസ്സിൽ തന്നെ വരുന്ന സെർവിങ് ബൗൾ, സെർവിങ് പ്ലേറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടുത്തെ. പിന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന സംഭവങ്ങൾ, ഫ്ലവർ വേസ്, പിന്നെ വാൾ ഹാങ്ങിങ്, ഡ്രീം ക്യാച്ചറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അതാ ഈ കാണുന്നത് ഡ്രീം ക്യാച്ചറാണ്. ഇതൊക്കെ 10 റിയാലോ അങ്ങനെ എത്ര കണ്ടാണ് റേറ്റ് വരുന്നത്. പിന്നെ ഇതൊക്കെ പ്ലേറ്റിൻ്റെ ഒക്കെ സെക്ഷനാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇപ്പോൾ ബാത്റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള ബക്കറ്റ്, കപ്പ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് കിട്ടും. പിന്നെ കൂടാതെ ഗ്രോസറി ഐറ്റംസും ഈ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ഒഴിച്ച് ബാക്കിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ മിൽക്ക് പൗഡർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ സ്നാക്സ്, മിഠായികൾ, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും ഇല്ല കേട്ടോ. ചിക്കൻ അങ്ങനത്തെ ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ പാൽപ്പൊടി, മറ്റേ ലോങ് ലൈഫ് മിൽക്ക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെയൊക്കെ കണ്ടിരുന്നു. പിന്നെ കുറേ തരത്തിലുള്ള ചിപ്സും സ്വീറ്റ്സും മിഠായികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ സൂവനീഴ്സാണ്. ഖത്തറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ ക്യാമലിൻ്റെയും ഈന്തപ്പനയുടെയും ഒക്കെ നല്ല ഭംഗിയുള്ള ഷോ പീസാണ് കേട്ടോ. ഇതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ. ഇതൊക്കെ 25-30-35 റിയാലൊക്കെയാണ് റേറ്റ് വരുന്നത് കേട്ടോ. നമുക്കിപ്പോൾ എന്തെങ്കിലും ടീപ്പോയിമ വെക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഷോ കേസിൽ വെക്കാനോ ഒക്കെ പറ്റുന്ന നല്ല ഭംഗിയുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇതിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മാത്രമല്ല നല്ല ക്വാളിറ്റി ആയിരുന്നു. ഒരുപാട് നല്ല ഭംഗിയുള്ള കളക്ഷനും ഉണ്ടായിരുന്നു. നമുക്കിത് സമയം എടുത്ത് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയം ഉണ്ടായില്ല കേട്ടോ. കാരണം നമ്മളവിടെ കയറുമ്പോൾ തന്നെ 12 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എത്ര മണിക്ക് ക്ലോസ് ചെയ്യാമെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ലൈറ്റ്സൊക്കെ ഇവർ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു മുകളിലത്തൊക്കെ. ഞങ്ങൾ ഏകദേശം ഒരു 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അന്ന് ബില്ല് ചെയ്ത് ഇറങ്ങിയപ്പോൾ. അത്രയും സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ബില്ലിംഗ് കൗണ്ടേഴ്സും ഒരുപാടുണ്ട്. പക്ഷെ അന്ന് ഫസ്റ്റ് ഡേ ആണല്ലോ, അപ്പോൾ അതിൻ്റേതായ കുറച്ച് ലാഗൊക്കെ ഉണ്ടായിരുന്നു ബില്ലിങ്ങിൻ്റെ അവിടെ. പിന്നെന്താണ്, മൊത്തത്തിൽ നല്ലൊരു ഷോപ്പാണ് കേട്ടോ. അഫോർഡബിൾ റേറ്റിൽ എന്നാൽ നല്ല ക്വാളിറ്റിയിലും നമുക്ക് ഇവിടുന്ന് ഒരുപാട് സംഭവങ്ങൾ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഖത്തറിലുള്ളവർ ഇവിടെ ഇതുവരെ പോയിട്ടില്ലാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണേ. നല്ല അടിപൊളി കളക്ഷൻസാണ്. ഞാനിതൊരു ഷോർട്ട് വീഡിയോ എടുക്കണം എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്തത് കേട്ടോ. പക്ഷേ വീഡിയോ നോക്കി കഴിഞ്ഞപ്പോൾ 10 മിനിറ്റ് 15 മിനിറ്റിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതെന്തായാലും ഷോർട്ട് വീഡിയോയിൽ ഒതുങ്ങില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഇത് ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതൊരു വെർട്ടിക്കലി ഷൂട്ട് ചെയ്തേക്കുന്ന ഷോർട്ട് വീഡിയോ ഉദ്ദേശിച്ചാണ് ഞാനിത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.